ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചട്ടത്തരത്തിന് കൂട്ടുന്നത്. മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലേ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി. ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വമാ. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതി വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാടോ മച്ചി. മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതവിടെ ചെയ്തടോ. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം.